ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി ഫ്ലഫി ആയിട്ടുള്ള നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള പൂരിയും അതിൻ്റെ കൂടെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കുന്ന ബാജി കറിയുമാണ് നമ്മൾ ഇവിടെ ഇന്ന് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് ആദ്യം തന്നെ കറി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, മീഡിയം സൈസ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ വെള്ളവും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു ഏകദേശം ഒരു 1/4 ടീസ്പൂണിലും കുറവ് മാത്രമാണ് ഇടുന്നത്. അതേസമയം വെള്ളം നന്നായിട്ട് ഒന്ന് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് മുങ്ങുന്ന ഒരു രീതിയിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് കുക്കർ അടച്ചിട്ട് ഒരു 2 വിസിൽ വരുത്തിക്കുക. എന്നിട്ട് അതവിടെ ഓഫ് ചെയ്തിടുക. അപ്പം നമുക്ക് കുക്കർ ഗ്യാസ് ഒന്ന് ഓണാക്കി അതിൽ വെയിറ്റ് എല്ലാം ഇട്ടിട്ട് ഒരു 2 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കത് ഓഫാക്കിയിട്ട് മുഴുവൻ ഗ്യാസും പോയി കഴിഞ്ഞ ശേഷം മാത്രം നമുക്ക് അത് തുറക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം എല്ലാം കുറച്ച് ടൈം ആയിട്ടുണ്ട്. ഞാനത് ഓഫാക്കിയിട്ട് തന്നെ ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകും അതുപോലെ തന്നെ ഉഴുന്നുപരിപ്പും ആണ് ഇട്ടിട്ടുള്ളത്. ഇത് രണ്ടും ഒന്ന് നന്നായിട്ട് പൊട്ടി വരണം. അത് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കായ്മുളക് ചേർക്കാം. അത് കായ്മുളക് ഇതുപോലെ മുറിച്ചിട്ട് ഇടാം. അതിനുശേഷം നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഇത് ചെയ്യാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. കറിവേപ്പില കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ഇടുക. എൻ്റെ കയ്യിൽ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ കുറച്ചിട്ടത്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും അതുപോലെ തന്നെ പച്ചമുളകും ചേർക്കാം. പച്ചമുളകും ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പച്ചമുളകാണ്. അപ്പം അത് നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പം എന്നാലും എരിവുണ്ടെങ്കിലേ ഇതിന് രസം ഉണ്ടാവും. അപ്പം ഞാൻ പച്ചമുളകും കൂടി രണ്ടായിട്ട് ഇതുപോലെ സ്ലിറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സവാളയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. കുറച്ചൊരു വലിയ ഒരു സവാളയാണ് ഞാനിപ്പോൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് നമുക്കിത് വഴറ്റിയെടുക്കാം. അതിൽ വേഗം തന്നെ വഴന്നു വരാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിടാം. ഉപ്പിട്ട് കഴിഞ്ഞാൽ ഈ ഉള്ളി വേഗം തന്നെ സോഫ്റ്റ് ആയിട്ട് വരും. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂണിലും താഴെയുള്ള മഞ്ഞൾപ്പൊടിയാണ് ഞാനിപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. ഉള്ളി അത് വെന്തടിഞ്ഞ് കളറൊന്നും മാറേണ്ട ആവശ്യമില്ല, പക്ഷെ എന്നാലും നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവണം. ഇപ്പം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് നമുക്ക് ഈ പാനിലേക്ക് മാറ്റാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പെല്ലാം വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഈ സ്പാച്ചില വെച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ അത് ഉടഞ്ഞു വരും. നന്നായിട്ട് വെന്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നതിൽ നമുക്ക് കറി നല്ല കുറച്ച് കട്ടിയായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പെല്ലാം നോക്കി കറക്റ്റ് ആണെന്നൊന്നും നമ്മൾ ചെക്ക് ചെയ്യണം. ഇനി പൂരി ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാനിത് നേരത്തെ തന്നെ പൂരിക്ക് വേണ്ടുന്നതെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ആദ്യം അതൊന്ന് കാണാം. ഒരു 2 കപ്പ് ആട്ടയാണ് ഞാനിപ്പോൾ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. 2 കപ്പ് നിറച്ചും ആട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തിട്ട് അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ നമുക്കിതിലേക്ക് ചേർക്കാം. ഇത് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. കുറച്ചുകൂടി ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഉപ്പ് കുറച്ച് കുറവായിരുന്നു. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊരു ചപ്പാത്തി മാവിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ കുഴച്ചെടുക്കാം. ചപ്പാത്തിയെക്കാട്ടും കുറച്ചുകൂടി കട്ടിയിൽ വേണം നമ്മൾ ഈ ഒരു പൂരിക്ക് വേണ്ടിയിട്ട് കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പം നമ്മൾ പൂരി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര അധികം ലൂസായിട്ട് കുഴച്ച് കഴിഞ്ഞാൽ പൂരി അത്ര ഒരു ടേസ്റ്റും ഉണ്ടാവില്ല, നന്നായിട്ട് പൊങ്ങി വരില്ല. അപ്പോൾ ഇത് കുറച്ച് കട്ടിയിൽ വേണം നമ്മൾ കുഴച്ചെടുക്കുക. ഇപ്പം നല്ല കട്ടിയിൽ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ട് ഒന്ന് ഇതുമായിട്ട് നന്നായിട്ട് പുരട്ടി കൊടുക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂർ നേരത്തേക്ക് നമുക്കിത് മാറ്റി വെക്കണം. ഈ അരമണിക്കൂർ മാറ്റി വെക്കുന്ന ആ ഒരു സമയത്താണ് ഞാൻ കറി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് എടുത്തിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അത് തന്നെ ഇതേപോലെ അധികം ക്രാക്കൊന്നും വീഴാത്ത രീതിയിൽ നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാം. ഇനി ഇതുപോലെ ആക്കി വെക്കാം. അപ്പം ഞാൻ എല്ലാം ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. പൂരി ഉണ്ടാക്കുന്നതിന് മുന്നേ ഞാനിത്
ഇതിൻ്റെ മേലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ എടുത്തിട്ട് നമ്മളിതിൽ പൊടി കൂട്ടിയിട്ടല്ല ഇപ്പം നമ്മൾ പൂരിക്ക് പരത്തുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഈ ചപ്പാത്തി പലയിലും ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ചപ്പാത്തി കോലിലും ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതേപോലെ ഈ ഒരു ഇതിൽ വെച്ചിട്ട് നമുക്ക് നൈസായിട്ട് പരത്തിയെടുക്കാം. അധികം നേർങ്ങനെ പരത്തറ്, എന്നാൽ അധികം കട്ടിയിലും ആവാത്ത ആ ഒരു മീഡിയം സൈസിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. അതിനുശേഷം നല്ല ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിലേക്കാണ് നമ്മളിപ്പോൾ ഇത് ഇട്ടിട്ടുള്ളത്. ഇതുപോലെ നല്ല പൊന്തി വരുന്ന അടിപൊളിയായിട്ടുള്ള പൂരിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതേപോലെ നല്ല സൂപ്പർ ആയിട്ടുള്ള പൂരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഞാനിപ്പം ഈ ഒരു പൂരി കംപ്ലീറ്റ് പരത്തി വെച്ച് അതിനുശേഷം ഒന്നിച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമല്ലെങ്കിൽ ഓരോന്നോരോന്നായിട്ട് പരത്തി അതിനുശേഷം ഓരോന്നോരോന്ന് പുതുതായിട്ട് തന്നെ ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിത് നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള പൂരി ഉണ്ടാക്കുന്ന ഇതാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത് കുഴക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് നൈസായി പോറ് എന്നാൽ ഒരുപാട് കട്ടിയായി പോറ് ആ ഒരു രീതിയിലുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ആകുമ്പോൾ ഇത്രയും നല്ല പൂരി കിട്ടും. അപ്പം നമുക്ക് എല്ലാ പൂരിയും ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ പൂരിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ഓയിലിൻ്റെ അകത്ത് നിന്ന് മാറ്റാം. അതുപോലെ എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ഇതിനകത്ത് അധികം എണ്ണയൊന്നും കുടിക്കൂല. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് ഇങ്ങനെ കുറേ നേരം വെച്ചിട്ട് എടുക്കുന്ന സമയത്താണ് നമ്മൾ ഇതിൽ ഓയിലെല്ലാം കുടിച്ചിട്ട് ഇതിൽ കംപ്ലീറ്റ് ഓയിലായിട്ടുണ്ടാവുക. ഇതാകുമ്പം അധികം ഓയിലൊന്നും ഉണ്ടാവില്ല. നമ്മൾ നല്ലൊരു ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് വേഗം വേഗം ഇത് ചുട്ടെടുക്കുന്നത്. അപ്പം ഇതിലങ്ങനെ ഓയിലൊന്നും പിടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ കറി നേരത്തെ തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് പൂരിയും കറിയും നന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതാ പൂരി നോക്കിയാട്ടെ നിങ്ങൾ, അടിപൊളിയായിട്ടുള്ളത് സൂപ്പർ ആയിട്ടുള്ള പൂരിയാണ്. എന്തൊരു സോഫ്റ്റാന്ന് നോക്കിയാട്ടെ നിങ്ങൾ. അതുപോലെ തന്നെ നല്ല നല്ല ഫ്ലഫി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആണ്. മേലത്തെ ഭാഗം കുറച്ച് ക്രിസ്പ് ആയിട്ടും കിട്ടും. അതേസമയം അടിയിലുള്ള ഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബാജി കറിയാണിത്. അപ്പോൾ ഇത് രണ്ടുമായിട്ട് നല്ല കോമ്പിനേഷൻ ആണ്. അപ്പം നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബാർ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന് സെലക്ട് ചെയ്താൽ ഞാൻ ഓരോ വീഡിയോ ഇടുന്ന സമയത്തും അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. മറ്റൊരു നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് ഞാൻ അടുത്ത ദിവസം തന്നെ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. ബൈ.